സംഗീതം ഒരു വരദാനമാണ്. അടുത്ത തലമുറകളിലേക്കും അത് സംരക്ഷിക്കപ്പെടണമെന്നുണ്ട് AR റഹ്മാന്. അതുകൊണ്ടാണ് 2008 ചെന്നൈ കേന്ദ്രമായി അദ്ദേഹം സംഗീത പഠന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ സ്ഥാപനം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അവിടെയുള്ള വിദ്യാർത്ഥികൾ അടുത്തിടെ ദുബൈയിൽ ഒത്തുചേരുകയുണ്ടായി. അവരുടെ പ്രകടനം വിലയിരുത്താൻ റഹ്മാനും സന്നിഹിതനായിരുന്നു. ആ സംഗീത രാവിനെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. സംഗീതത്തിൻ്റെ ആത്മീയ ഭാവങ്ങളുടെ ചിറകിലേറി സഞ്ചരിച്ച ശിഷ്യഗണങ്ങൾ മഹാഗുരുവിന് നൽകുന്ന ഹൃദ്യമായ ഗുരുദക്ഷിണയാണ് ഈ കാഴ്ചകൾ. പതുങ്ങിയ സ്വരസ്ഥായിയിൽ നിന്ന് തുടങ്ങിയ സംഗീതമൊഴികൾ പിന്നീട് ദൈവിക പ്രകീർത്തനത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് അത് വിലയം കൊള്ളുന്നു. ഓരോ ഇനങ്ങൾ തീരുമ്പോഴും കുട്ടികൾ വേദിയിൽ നിന്ന് ഗുരുവിനെ നോക്കും. നിറഞ്ഞ ഒരു ചിരിയായിരിക്കും ഗുരുവിന്റെ മുഖത്ത്. ഗുരു മറ്റാരുമല്ല, ലോക പ്രശസ്ത സംഗീത പ്രതിഭ AR റഹ്മാൻ. ഈ അപൂർവ ചടങ്ങിന് സാക്ഷികളാകാൻ ബ്രിട്ടീഷ് പോപ്പ് ഗായകൻ സമി യൂസുഫ് ഉൾപ്പെടെ നിരവധി ആസ്വാദകരും. ദൈവിക സാന്നിധ്യത്തിലേക്ക് ആസ്വാദകരെ കൈപിടിച്ചുയർത്തുന്നതായിരിക്കണം ഏതൊരു സംഗീതവും. റഹ്മാനിൽ നിന്ന് ആദ്യം ഈ പ്രതിഭകൾ പഠിച്ചെടുത്ത പാഠം ഇതാണ്. കുറേ കാലത്തിനു ശേഷമാണ് ശിഷ്യരുടെ ലൈവ് സംഗീത പരിപാടി വീക്ഷിക്കാൻ റഹ്മാൻ സമയം കണ്ടെത്തുന്നത്. ദുബൈ ട്രേഡ് സെന്ററിൽ ഇതിനവസരമൊരുക്കിയതാകട്ടെ പ്രമുഖ മലയാളി വ്യവസായിയും കെഫ് ഹോൾഡിംഗ് മേധാവിയുമായ KE ഫൈസലും. തൻ്റെ സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്കാണ് KM മ്യൂസിക് കൺസർവേറ്ററി എന്ന സ്ഥാപനത്തിന് റഹ്മാൻ രൂപം നൽകുന്നത്. പിതാവ് ശേഖറിന്റെ സംഗീത വഴിയിലൂടെ സഞ്ചരിച്ച് ഓസ്കാർ പദവി വരെ നേടിയ റഹ്മാൻ നല്ലൊരു സമയവും പണവും മാറ്റിവെച്ചാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. And I'm just going to enjoy it. Hope you enjoy this evening. Thank you. രണ്ടായിരത്തി AR റഹ്മാൻ ഫൗണ്ടേഷന് കീഴിൽ ചെന്നൈ കോടമ്പാക്കത്ത് ആരംഭിച്ച സംഗീത പഠന കേന്ദ്രം ഇന്ന് ഇന്ത്യക്ക് വെളിയിലും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സംഗീതത്തിന്റെ ഹൃദ്യത വറ്റാതിരിക്കാൻ നല്ലൊരു പുതുതലമുറയെ വാർത്തെടുക്കണമെന്ന റഹ്മാന്റെ ദൃഢനിശ്ചയത്തിന് ഇന്നും മാറ്റമൊന്നുമില്ല. ക്ലാസിക്കലും ഹിന്ദുസ്ഥാനിയും എന്ന വേർതിരിവൊന്നുമില്ലാതെയാണ് ഇവിടുത്തെ പഠന കോഴ്സുകൾ. എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാത്തിമ റഫീഖിനാണ് ദൈനംദിന മേൽനോട്ട ചുമതല. എങ്കിലും തൻ്റെ കുട്ടികൾ മോശക്കാരാവരുതെന്ന നിർബന്ധ ബുദ്ധിയുണ്ട് റഹ്മാന്. അതുകൊണ്ട് സാധ്യമായതത്ര സമയം അവർക്കൊപ്പം ചെലവിടുന്നു. സൂഫി സംഗീതത്തോടെ എന്നും അനൽപമായ ആഭിമുഖ്യമാണ് AR റഹ്മാന്. ഇന്ത്യൻ സൂഫി പാരമ്പര്യവും അറബ് സംഗീതവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചില സംരംഭങ്ങളെക്കുറിച്ചും റഹ്മാൻ സ്വപ്നം കാണുന്നുണ്ട്. പ്രവാചക കീർത്തനത്തിലൂടെ സൂഫി സ്മരണകളിലൂടെ ശിഷ്യരുടെ സംഗീത സന്ധ്യ തിമിർക്കുകയാണ് വേദിയിൽ.
ഇടയ്ക്ക് ശിഷ്യരിൽ ചിലർ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ വിസ്മയ ലോകത്തേക്ക് പടർന്നു. പിയാനോ സംഗീതത്തിൽ അവർ അത്ഭുതം സൃഷ്ടിച്ചു. ഒരിളം കുരുന്നുപോലും അസാമാന്യ പാടവം കാണിച്ചു പിയാനോയിൽ. ഓടക്കുഴൽ നാദത്തിലൂടെ ആരംഭിച്ച് പടിഞ്ഞാറൻ സംഗീതത്തിന്റെ വഴികളിലേക്ക് പടർന്നിറങ്ങുകയാണ് ഇപ്പോൾ റഹ്മാന്റെ ശിഷ്യർ. അകമ്പടിയായി ഇളകിമറിയാതെയുള്ള ചില നൃത്ത ചുവടുകൾ, ചില പരീക്ഷണ ചുവടുകൾ പുറത്തെടുക്കാനും ശിഷ്യർ മറന്നില്ല. റഹ്മാന്റെ തന്നെ വിശ്രുത ഗാനങ്ങൾ കോർത്തിണക്കിയായിരുന്നു ഈ സംഗീതരാവിന്റെ സമാപനം. ജനപ്രിയ ബോളിവുഡ് ഗാനങ്ങളും തമിഴ് ഈരടികളും ഹോളിവുഡ് സ്പർശവും ഒത്തുചേർന്ന ഫ്യൂഷൻ. തന്റെ മുഴുവൻ ശിഷ്യരുടെയും പ്രകടന മികവുകൾ റഹ്മാനെ ഹരം കൊള്ളിച്ചു. ഇന്ത്യൻ സംഗീതത്തിന്റെ ഭാവിയിൽ ആശങ്ക വേണ്ടതില്ലെന്ന് നിശബ്ദം മന്ത്രിച്ചുകൊണ്ടാണ് റഹ്മാൻ സുഹൃത്ത് സമി യൂസഫിനൊപ്പം ദുബൈയിൽ നിന്നും യാത്ര തിരിച്ചത്.